നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം പരിഗണിക്കും. ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂരുള്ളത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചിരുന്നു ഇത്തരത്തിലൊരു പ്ലാൻ ബി ഉണ്ടാകുമെന്നത്. ഇന്നത്തെ ദിവസം ജാമ്യം കിട്ടിയില്ലെങ്കിൽ 2 ദിവസം അകത്ത് തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രത്തോളം തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് അഭിഭാഷക സംഘത്തിന്റെ ഭാഗത്തു നിന്ന്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോലും ഒരു ജാമ്യത്തിന് പോകാതിരുന്നത് അല്ലെങ്കിൽ സമീപിക്കാതിരുന്നത് ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാകുന്നത് കൊണ്ടാണ്. കാരണം നാളെ ശനിയും സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേ ആണ്. ഈ 2 ദിവസങ്ങളിലും കോടതി അവധിയാണ്. ഈ അവധി ദിവസങ്ങൾ കൂടി, അതായത് ഇന്നത്തെ ഈ ജാമ്യ ഹർജി പ്രായോഗികമായില്ലെങ്കിൽ ഈ 2 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ടുന്ന സാഹചര്യം ബോബി ചെമ്മണ്ണൂരിനുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്ലാൻ ബി വർക്കൗട്ട് ആയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു നീക്കമുണ്ട് എന്ന് അഭിഭാഷകർ നമ്മളെ അറിയിച്ചിരുന്നതുമാണ്. എന്നിരുന്നാൽ പോലും ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജില്ലാ കോടതിയിൽ ആണ് ഹർജിയുമായി സമീപിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതേ തന്നെ അഭിഭാഷകരും അതേ അഭിപ്രായം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്ലാൻ ബി എന്ന് നമ്മൾ പറയുന്ന ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ്. എന്തായാലും ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ട് തന്നെയാണ് ഹർജി മൂവ് ചെയ്തിരിക്കുന്നത്. 1:45 ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെയാണ് ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ഇന്ന് തന്നെ ഹർജി പരിഗണിക്കുമോ അതല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, കാരണം പോലീസിനോട് ഈ കാര്യവുമായി ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടേണ്ടെന്ന സാഹചര്യം ഹൈക്കോടതിക്കുണ്ട്. ആ ഒരു കടമ്പ കൂടി ഒരുപക്ഷെ ഇന്ന് തന്നെ കടന്നു കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ജാമ്യം ഇന്ന് തന്നെ ലഭിച്ചേക്കാം. അത് കോടതിയുടെ തീരുമാനമാണ്. പക്ഷേ ജാമ്യ ഹർജിക്ക് വേണ്ടി ഉള്ള നീക്കം ഹൈക്കോടതിയിലേക്കുള്ള നീക്കം രാമൻപിള്ള അസോസിയേറ്റ്സ് ആരംഭിച്ചു. അതിന്റെ ഭാഗമായി തന്നെ ഹൈക്കോടതി ജാമ്യ ഹർജി ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് അല്പസമയത്തിനകം 1:45 പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതില്ലെങ്കിൽ ജാമ്യം തള്ളിപ്പോവുകയാണെങ്കിൽ റിമാൻഡിലേക്ക് പോകണം, അതല്ലെങ്കിൽ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് പറയുകയാണെങ്കിലും 2 ദിവസം കൂടി ജയിൽവാസം അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ബോബി ചെമ്മണ്ണൂരിന് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജില്ലാ കോടതിയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോകാതെ ഈ ഹൈക്കോടതിയിലേക്ക് തന്നെ നേരിട്ട് മൂവ് ചെയ്യുന്ന ഒരു നീക്കം ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഹർജി പരിഗണിക്കും. അതിനുശേഷമേ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇത് കോടതിയുടെ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. വളരെ വേഗത്തിൽ അതിതീവ്രമായുള്ള പരിശ്രമം അഭിഭാഷക സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്താണ് കോടതി തീരുമാനിക്കുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ ഇതിനിടെ അന്വേഷണം ശക്തമാക്കാൻ ഇഡിയും ഫിജി കാർഡ്, ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഫിജി കാർഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയതായി ഇഡിക്ക് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു. ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് കൂടി നീട്ടി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അതിനിടെ കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ബി അശോക് IASന് കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെയും കെ ഗോപാലകൃഷ്ണൻ IASനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് എൻ പ്രശാന്ത് IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിന് കുറ്റാരോപിത മെമ്മോ നൽകി. ഇതിന് മറുപടി നൽകാതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് 2 കത്തുകൾ നൽകി. തനിക്കെതിരെ ആരാണ് പരാതി നൽകിയത്, തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ആരാണ് എടുത്തത് തുടങ്ങി 7 ചോദ്യങ്ങളായിരുന്നു പ്രശാന്ത് ഉന്നയിച്ചത്. ഇതിന് മറുപടി നൽകിയ ശേഷം കുറ്റാരോപിത മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന പ്രശാന്തിന്റെ നിലപാടാണ് സസ്പെൻഷൻ നീട്ടാൻ കാരണമായത്. കുറ്റാരോപിത മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിട്ടില്ലെന്ന വാദമുയർത്തി റിവ്യൂ കമ്മിറ്റി 120 ദിവസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി. റിവ്യൂ കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെ ചീഫ് സെക്രട്ടറി പ്രശാന്തിന് കത്ത് നൽകി. ചാർജ് മെമ്മോയ്ക്ക് 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും ശേഷം രേഖകൾ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരമുണ്ടാകുമെന്നും അറിയിച്ചു. അതേസമയം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷനാക്കി നിയമിച്ചതിൽ ബി അശോകിന് കടുത്ത അതൃപ്തിയുണ്ട്. കൃഷിമന്ത്രി പോലും അറിയാതെയാണ് നിയമനമെന്നാണ് വിവരം. തന്റെ അതൃപ്തി സർക്കാരിനെയും ബി അശോക് ഔദ്യോഗികമായി അറിയിച്ചേക്കും.
സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും കെ ഗോപാലകൃഷ്ണനെതിരായ വകുപ്പ് തല പരിശോധനകൾ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനത്തിൽ ദുരൂഹതയേറുന്നു. ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തതിന് പിന്നാലെ മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയെയും കാണാനില്ലെന്നാണ് പുതിയ പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് തിരോധാനത്തിന് പിന്നിലെന്ന് രജിത്തിന്റെ കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതി മുതൽ രജിത് കുമാറിനെയും ഭാര്യയും കാണാനില്ല എന്നാണ് കുടുംബം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രജിത് കുമാറിനെയും ഭാര്യയും ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനും പിന്നാലെയാണ് ഇരുവരെയും കാണാതായതെന്നാണ് ആരോപണം. അന്വേഷണത്തിന്റെ പേരിൽ കുടുംബത്തെ ഒന്നടങ്കം പീഡിപ്പിക്കുന്നതിന്റെ കടുത്ത മനോവിഷമത്തിലായിരുന്നു രഞ്ജിത്തെന്നും ബന്ധുക്കൾ പറയുന്നു. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഹാജരായത്. സിസ്റ്ററും കൂടി ചോദ്യം ചെയ്താണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽസ് മൈൻഡ് അങ്ങനത്തെ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്താ ചെയ്തിട്ട് വേണ്ടേ. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നുപോകുന്ന CCTV ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട്. ഇരുവരും ഓട്ടോയിൽ കയറുന്നതും ദൃശ്യത്തിൽ കാണാം. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ശേഷം നഗരത്തിലെ ഒരു ലോഡ്ജിൽ രഞ്ജിത്തും ഭാര്യയും താമസിച്ചിരുന്നു. മുറിയൊഴിഞ്ഞ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ഇരുവരും അപ്രത്യക്ഷരാവുകയുമായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ അന്വേഷണം പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്താണുള്ളത്. രാത്രി ഞങ്ങൾ പോയിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വീട്ടിലെത്തും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോ വിളിച്ചെന്ന് മുമ്പിൽ ക്രൈംബ്രാഞ്ച് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. മാനസികമായിട്ടുള്ള കാരണം ഒരു അല്ലാണ്ട് യാറാസിംഗ് ഉണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന്. അവനങ്ങനെ ഒരാളല്ല. പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പോലീസ് വരികയാണല്ലോ ഉച്ചയ്ക്കും പകലുമായിട്ട്. അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒരു മാനസിക പ്രശ്നമുണ്ടല്ലോ. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ രജിത്തിനെ അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. നിരന്തര ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യാവൂ എന്ന ഉത്തരവ് രജിത്ത് ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചിരുന്നു. ഇത് കാറ്റിൽ പറത്തിയാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തിയും തെറി പറഞ്ഞും അധിക്ഷേപിച്ചും പരിഹസിച്ചുമാണ് ചോദ്യം ചെയ്യലൊക്കെ. ഒരാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടമുള്ള ആളുകളെയും മൊത്തത്തിൽ ഹറാസ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോലീസിന് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 21 മാമിയെ കാണാതാകുന്നത്. അന്ന് ഓഫീസിൽ വെച്ച് മാമി രജിത്തിനെ കണ്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് മാമിയെ കാണാതായത്. 20 വർഷത്തിലധികമായി മാമിയുടെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു രജിത് കുമാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് കോടതി. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ച വയനാട് പ്രിൻസിപ്പൽ സെഷൻ കോടതി 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകി. 15-ാം തീയതി കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫായ നിലയിലായിരുന്നു. ഇതോടെ ഇവർ ഒളിവിൽ പോയതായുള്ള അഭ്യൂഹം ശക്തമായി. എന്നാൽ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടില്ലെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ ആരോപണ വിധേയരായിട്ടും ഇവരെ പ്രതിരോധിക്കാതെ ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുകയാണ്. സ്ഥലം MP പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ പ്രതികരിച്ചില്ല. ന്യൂസ് 18 വയനാട്. NSS SNDP പിന്തുണയ്ക്ക് പിന്നാലെ ദളിത് വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടാൻ രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചെന്നിത്തല. ദേശീയ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാവും പരിപാടി നടക്കുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പിന്തുണയോടെ ആദ്യം SNDP, തൊട്ടു പിന്നാലെ മന്നം ജയന്തിക്ക് മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ച് NSS, ഒടുവിൽ ലീഗ് നേതൃത്വം. സാമുദായിക സംഘടനകളുടെയും മത നേതാക്കന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കം എന്തിനു വേണ്ടിയെന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പിൽ സജീവ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചെന്നിത്തലയുടെ അടുത്ത ശ്രമം. വിവിധ സംഘടനകളിൽ നിന്നായി 5000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദളിത് കോൺക്ലേവാകും തലസ്ഥാനത്ത് നടക്കുക. ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ നേതാക്കളും കോൺക്ലേവിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. ചെന്നിത്തലയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ദളിത് കോൺക്ലേവിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. KPCC നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക്
NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കരുത്തേറുമെന്ന വിലയിരുത്തലിലാണ് RC ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ നടക്കും. മറ്റന്നാളാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക. നാളെ മുതൽ എരുമേലി കാനനപാത വഴി ഭക്തർക്ക് പ്രവേശനമുണ്ടാവില്ല. പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രത്യേക കൗണ്ടറുകൾ ക്രമീകരിച്ച് ഭക്ഷണ വിതരണം സൗജന്യമായി നടത്തും. മറ്റന്നാൾ മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിനും നിയന്ത്രണമുണ്ട്. ശബരിമലയിൽ സുരക്ഷയ്ക്കായി ഇനി ദേവസ്വം ബോർഡിന്റെ ക്യാമറ കണ്ണുകളും 245 ആധുനിക ക്യാമറകളാണ് ദേവസ്വം വിജിലൻസ് സ്ഥാപിച്ചത്. ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി കൺട്രോൾ റൂമും ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ കൺട്രോൾ റൂമിന് പുറമെയാണ് ദേവസ്വം ബോർഡും ആധുനിക സജ്ജീകരണങ്ങളുമായി നിരീക്ഷണ കേന്ദ്രമൊരുക്കിയത്. സന്നിധാനത്തിന് പുറമെ പമ്പയിലും നിലയ്ക്കലുമായി 245 ക്യാമറകളാണ് സ്ഥാപിച്ചത്. സന്നിധാനത്ത് മരാമത്ത് കോംപ്ലക്സിലാണ് കൺട്രോൾ റൂം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയുന്നത് പോലെ ലക്ഷോപലക്ഷം ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നു പോകുന്നത്. അവരുടെ സുരക്ഷയും അവരുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായി പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സുസജ്ജമായൊരു കൺട്രോൾ റൂം. പോലീസിന് അവരുടേതായ സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിലെല്ലാം നിലയ്ക്കൽ, പമ്പ, സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും ശക്തമായ നിരീക്ഷണം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സുസജ്ജമായ ക്യാമറ സംവിധാനം, കൺട്രോൾ റൂം സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം സ്ഥാപിച്ചത്. പോലീസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മദ്യപിക്കണമെങ്കിൽ അത് വീട്ടിൽ വെച്ചായി കൊള്ളണമെന്നും പരസ്യമായി മദ്യപിച്ച് 4 കാലിൽ വരരുതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മദ്യപാനം സംബന്ധിച്ച പാർട്ടി മാർഗരേഖയിലാണ് ബിനോയ് വിശ്വം വ്യക്തത വരുത്തിയത്. മദ്യപാനം സംബന്ധിച്ച പാർട്ടി മാർഗരേഖ വ്യവസ്ഥകൾ ന്യൂസ് 18 ആയിരുന്നു ആദ്യം പുറത്തുവിട്ടത്. CPIക്കാർ മദ്യപിക്കുന്നത് ശരിയാണോ? മദ്യപാനത്തിന് പാർട്ടി വിലക്കുണ്ടോ? എങ്കിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ മദ്യപിക്കാം? കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന ചർച്ചയ്ക്ക് അറുതി വരുത്താനാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നയം വ്യക്തമാക്കിയത്. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, നിരോധനമില്ലല്ലോ. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ, അത് ഉറപ്പാണ്. 1992 തൃശൂരിൽ ചേർന്ന പ്രത്യേക സംഘടനാ സമ്മേളനമാണ് CPI അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത്. കഴിഞ്ഞ മാസം ചേർന്ന സംസ്ഥാന കൗൺസിൽ അതിൽ ഭേദഗതികൾ വരുത്തി. മദ്യപാനശീലം സംബന്ധിച്ചായിരുന്നു പ്രധാന മാർഗനിർദ്ദേശം. അതിൽ ഇങ്ങനെ പറയുന്നു: മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യവർജനമാണ് പാർട്ടി നയമെന്നും മാർഗരേഖ. ഏതായാലും മദ്യപിക്കുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ആശ്വാസം നൽകുന്ന പ്രസ്താവനയാണ് സംസ്ഥാന സെക്രട്ടറിയുടേത്. അടിച്ച് ഓഫായി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുത് എന്നു മാത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. വഴിയടച്ചുള്ള സമരത്തിൽ കോടതിയിൽ ഹാജരാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോടതി അലക്ഷ്യ ഹർജിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്നും കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഹാജരാകും, CPI ഹാജരാകും, കോടതി തീരുമാനിക്കും. ജനങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടിക്ക് എപ്പോഴും അറിയാം
ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത്. ബോധപൂർവമല്ല, ഞങ്ങളുടെ സമരങ്ങൾ മൂലം ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾക്ക് പ്രയാസം വരുമ്പോഴെല്ലാം അതിൽ ഞങ്ങൾക്ക് അഹങ്കാരമോ ധിക്കാരമോ ഒന്നുമല്ല ഉള്ളത്. ഞങ്ങൾക്ക് അതിനകത്ത് ഖേദമാണുള്ളത്. അന്ന് തന്നെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാചകം ഇതാണ്: റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടാകണം. അത് പോലീസിൻ്റെ കർത്തവ്യം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി. സംഘപരിവാറിന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കും മതാധിഷ്ഠിത രാജ്യം എന്ന കാഴ്ചപ്പാടാണുള്ളത്. ആലപ്പുഴയിൽ CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുണ്ട്. മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂടെ കൂട്ടാനുള്ള നീക്കം കേരളത്തിലെ ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ് ഇതിന്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാടാണ് നടക്കുന്നത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. സംഘടനാ ദൗർബല്യങ്ങളും വിഭാഗീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി, കുട്ടനാട് നിയമസഭാ സീറ്റ് ഏറ്റെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകും. അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി R നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. റിപ്പോർട്ടിന്മേൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച നടക്കുക. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ പുരോഹിതർക്കെതിരെ പോലീസിൽ പരാതി നൽകി സഭാ നേതൃത്വം. ബിഷപ്പ് ഹൌസിൽ വൈദികർ അതിക്രമിച്ച് കടന്നുവെന്ന് ആരോപിച്ച് 21 വൈദികർക്കെതിരെയാണ് പരാതി നൽകിയത്. ഇതിനിടെ ബിഷപ്പ് ഹൌസിന് പുറത്ത് വിശ്വാസികൾ തമ്മിലടിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, പരിപാവനമായി കരുതപ്പെടുന്ന ഒരു സ്ഥലം, അകത്ത് സിനഡ് നടക്കുന്നു, അപ്പോഴാണ് പുറത്ത് ഇതുപോലെയുള്ള വൻ അടി നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ പ്രകോപിതരായി പ്രായമുള്ളവരെയൊക്കെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ വെച്ച് അടിക്കുന്നത് കാണാം. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? നിലവിൽ ഈ പരാതിയുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സഭാ നേതൃത്വം ആലോചിക്കുന്നത്? ശ്രീജ, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സിറോ മലബാർ സഭയുടെ കീഴിലുള്ള പള്ളികളിൽ ഒരു ആശ്വാസം വന്നിട്ടില്ല. പലപ്പോഴും അവിടെ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധവും വാക്കേറ്റവും ഒക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത്. ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ 21 വൈദികർ ഒരു സത്യാഗ്രഹ സമരം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നീട് പിൻവലിച്ച് ഇവരൊരു പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നതിനിടയിലാണ് വിശ്വാസികൾ ചിലർ അതിനെ തകർക്കുന്നതിന് വേണ്ടി അവിടെ വരികയും അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. വിമതരും ഈ വിശ്വാസികളും തമ്മിൽ അവിടെ ഒരു സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ട് ഒരു മുന്നറിയിപ്പ് നൽകി. ജില്ലാ കളക്ടർ അടക്കം ഇടപെടുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇനി ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെയും വിമതരെയും പള്ളിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെയാണ് ഈ വലിയ രീതിയിൽ പ്രതിഷേധവും ഈ പള്ളികളിലൊക്കെ ഇന്ന് സിനഡ് തുടരുകയാണ്. ഈ സിനഡിലൊക്കെ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴാണ് ഈ സഭാ നേതൃത്വം ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വൈദികരാണ് ഈ സമരത്തിൽ ഇരിക്കുന്നത്. വൈദികരെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വിശ്വാസികളെ ഏത് വിധത്തിലാണ് പോലീസ് ഇതിലൊരു നടപടി എടുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. അതിനിടയിൽ ഇന്ന് ചേർന്ന സിനഡിൽ ഈ സമരം ഇരിക്കുന്ന വൈദികർ 21 വൈദികർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സഭാ നേതൃത്വത്തിന് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സിനഡ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അവർക്കെതിരെ ഉടനെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സിനഡിന്റെ ഈ തീരുമാനത്തെ വലിയ രീതിയിൽ എതിർക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് വിമത വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വൈദികരും തീരുമാനിച്ചിരിക്കുന്നത് സഭാ തർക്കവുമായി ഈ പള്ളി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില 22 ക്യാരറ്റിന് ഗ്രാം 7,270 രൂപ, പവന് 58,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,010 രൂപ, പവന് 48,080 രൂപ.
വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ആര്യാർ ദേവൻ ചേരും.